നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വി.ഡി. സതീശനും ചാണ്ടി ഉമ്മനും തമ്മിൽ മുഖ്യമന്ത്രി ആയാൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇതിൽ വേറൊരു ആളുടെയും ഇതില്ല. തികച്ചും രാഷ്ട്രീയം മാത്രമായി എനിക്ക് തോന്നിയ ഒരു സംശയം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നമ്മുടെ വി.ഡി. സതീശൻ ഒരുപാട് പാടുപെട്ട് കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്നത്. അപ്പം ഇതുവരെയുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ യാതൊരുവിധ വ്യതിയാനങ്ങളും ഇല്ലാതെ പോകുന്നു. എല്ലാവർക്കും ജനങ്ങൾക്കറിയാം, പ്രിയദർശിനി വന്നു, 1000 രൂപ ഇനി പഠന വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം, അങ്ങനെ ബാധ്യതകൾ കൂടുന്നു. അതേസമയം ചാണ്ടി ഉമ്മൻ ഒരു യുവ തലമുറയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനാണ്. ആ വ്യക്തിയായിരുന്നു മുഖ്യമന്ത്രി എങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ യോഗ്യതയുണ്ടായേനെ. യോഗ്യതയല്ല, ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയേനെ. കാരണം അത് രക്തത്തിൻ്റെ അളവിലുണ്ട്, നമുക്കറിയാം. ബഹുമാനപ്പെട്ട നമ്മളെ വിട്ടുപോയ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി സാർ ഒരുപാട് ആ ജനസാഗരമാണ്. ആ മനുഷ്യനെ കൊണ്ട് അടക്കം ചെയ്യാൻ നേരം വരെ അവസാന നിമിഷം 3 ദിവസത്തെ വലിയൊരു പ്രയത്നം, അത് അറിഞ്ഞ് കേട്ടുവന്ന, അല്ലെങ്കിൽ അറിവിൻ്റെ നാളമായി നിന്നു എന്ന് എൻ്റെ അർത്ഥമാണ്. ഇപ്പോഴും ജനമനസ്സുകളിൽ ആ വ്യക്തി ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആ ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും ജനങ്ങൾ ഓർക്കുന്നത് കൊണ്ടാണ് പുതുപ്പള്ളിയിൽ വലിയ പബ്ലിസിറ്റി ഇല്ലാതെ, അല്ലെങ്കിൽ വലിയ പ്ലസ് ബോർഡുകളുടെ ഇതില്ലാതെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നമ്മുടെ ചാണ്ടി ഉമ്മൻ വിജയിച്ചത്, ജനങ്ങൾ വിജയിപ്പിച്ചത്. അതുകൊണ്ട് ജനങ്ങളുടെ പ്രതീക്ഷ കൂടി എന്തെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ജനങ്ങൾക്ക്. കാരണം പുതുപ്പള്ളിയുടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. പക്ഷേ അത് വലിയ നേതാക്കൾ നിന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ചാണ്ടി ഉമ്മന് അത് താല്പര്യമില്ലാത്തതുകൊണ്ടാവാം മന്ത്രിസ്ഥാനം ഒന്നും കിട്ടിയില്ല. അതിൽ നിരാശപ്പെടുകയില്ല ചാണ്ടി ഉമ്മൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയും വരുന്ന നാളുകളിൽ പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് കഴിയുമ്പോൾ ഇനിയും മന്ത്രിസ്ഥാനങ്ങൾ അവിടെ തേടി വരിക തന്നെ ചെയ്യും. അത് പുതുപ്പള്ളിക്കാർ കൊടുക്കുന്ന ഒരു മനസ്സ് കൂടിയാണ്. കാരണം പുതുപ്പള്ളിക്കാരുടെ മനസ്സ് അങ്ങനെയാണ്. അത് തന്നെയല്ല, ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ എന്നുള്ള പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം, ഉമ്മൻചാണ്ടി സാർ എല്ലാ പ്രതിസന്ധികളെ അതിജീവിച്ച് വന്ന വ്യക്തി കൂടിയാണ്. ഇടതുപക്ഷം ആയിരുന്ന CPM കൊണ്ടുവന്ന സരിത കേസ് അതുപോലും അതിജീവിച്ച ആ മനുഷ്യന് ജനങ്ങളുടെ മനസ്സിലുള്ള അംഗീകാരം കൂടിയായിരുന്നു ആ ശവമഞ്ചൽ കൊണ്ടുപോകുന്ന ആ ഒരു സമയം. 3 ദിവസം ഉള്ള നീണ്ട യാത്രയിൽ ഒരു വഴിയിൽ പോലും കരയാത്ത ഒരു കണ്ണുകളില്ലായിരുന്നു അന്ന്. അങ്ങനെ ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ, അങ്ങനെ ഒരു മനുഷ്യൻ്റെ മകനായി പിറന്ന ചാണ്ടി ഉമ്മൻ മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്തേനെ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാൽ, വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാൽ മതിയായിരുന്നു. അത് കൊടുത്തില്ല. കാരണം വളർന്നു വരുന്ന ആൾക്കാരെ അല്ലെങ്കിലും ഇരുത്തി തന്നെയാണ് കോൺഗ്രസിന്